2 ദിവസം മുമ്പ് ഞങ്ങളൊരു വീഡിയോ ചെയ്തിരുന്നു. എന്തുകൊണ്ട് ഫാസിസ്റ്റുകളുമായിട്ട് സംവാദത്തിന് പോകരുത് എന്ന പേരിൽ. ആ വീഡിയോയിൽ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തതാണ്. അവരുടെ അഭിപ്രായം നമ്മൾക്കറിയണ്ടേ, അത് അവരുടെ ആശയമല്ലേ, അത് പറയാൻ അവസരം കൊടുക്കണ്ടേ എന്നിങ്ങനെയായിരുന്നു കുറച്ച് കമൻറ്റുകൾ. എന്തുകൊണ്ടാണ് അന്ന് ഞങ്ങൾ അങ്ങനെ പറഞ്ഞു എന്നതിന് ഉദാഹരണമാണ് ടോമി സെബാസ്റ്റ്യൻസ് എന്ന ആരോ ഒരാൾ മാതൃഭൂമിയിലെ ജേർണലിസ്റ്റായ അഭിലാഷ് മോഹനനും തമ്മിൽ നടന്ന സംവാദം. ടോമി എന്ന് പറയുന്ന ആളുടെ വാദങ്ങൾ, പിന്നെ ആ വാദങ്ങൾ തെളിയിക്കുന്ന അവരുടെ എക്സൽ ഷീറ്റും ഒക്കെ പുറത്തുവിട്ടിരുന്നു. അതിൽ നിന്ന് ഫാക്ട് ചെക്ക് ചെയ്ത 1-2 ക്ലിപ്പുകൾ ഞാൻ ഇവിടെ ഇടാം. ലിങ്ക് നമ്പർ 49 അതിൽ ടോപ്പിക് ഞാൻ കൊടുത്തത് ഹമാസ് അടിച്ചു വന്ന ഫലസ്തീൻ റിപ്പോർട്ടർ. ഇതിന് തൊട്ടടുത്തതേ ഇതാണ് ലിങ്ക്. ഞാൻ ക്ലിക്ക് ചെയ്തു ആൻഡ് റീഡയറക്ഷൻ വരികയാണ്. ഇബ്രാഹിം മുഹറീം 26-year-old Palestinian freedom journalist was killed when an Israeli tank fired towards a group of journalists reporting in Hamas city area. ഇതാണോ പ്രിയപ്പെട്ടവരെ ഹമാസ് തല്ലിക്കൊന്നു എന്ന് പറഞ്ഞ ജേർണലിസ്റ്റ്? ഈ വാദം പൊളിഞ്ഞപ്പോൾ അവർ നൈസായിട്ട് ആ ലിങ്ക് എഡിറ്റ് ചെയ്തു. ടോമി സെബാസ്റ്റ്യൻ നുണയാണ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇതിട്ടിരിക്കുന്നു. 49-ാമത്തേതെന്ന് പറഞ്ഞ് അയച്ചു കൊടുത്തത് കോപ്പി ചെയ്തിട്ടപ്പം ഒരു കോളം അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോയി, അത്രേ ഉള്ളൂ. അതിപ്പോൾ കോളം കറക്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പറയുന്നത് എന്താണ്, ഹമാസിന്റെ ആളുകൾ ജേർണലിസ്റ്റുകളെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ടോമി സെബാസ്റ്റ്യൻ ഭയങ്കര നുണ പറഞ്ഞു എന്ന് പറയണം. ആ നുണയൊന്നുമല്ല, അത് തൊട്ട് താഴെ കിടക്കുന്ന ലിങ്ക് ഇട്ടിരിക്കുന്ന ഒരു കോളം മാറിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. ടോമി ഇവിടെ നമ്മൾ ഇത് പിടിച്ചതിന് ശേഷം അദ്ദേഹത്തിന് കുറെ ആളുകൾ ഈ വീഡിയോ അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളി രക്ഷിക്കാൻ വേണ്ടി പുള്ളി അവിടെ ഇപ്പം എക്സൽ ഷീറ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. എക്സൽ ഷീറ്റ് അപ്ഡേറ്റ് ചെയ്ത് അതിനകത്ത് കൊടുത്തേക്കുന്നത് 3 ലിങ്കുകളാണ് കേട്ടോ. അദ്ദേഹം പറയുന്നത് ഇപ്പോഴും 49-ാമത്തെ കോളം നിങ്ങൾ ആ സ്പ്രെഡ്ഷീറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഹമാസ് തല്ലിക്കൊന്ന റിപ്പോർട്ടർ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇട്ട സ്ഥലത്ത് 3 ലിങ്ക് കൊടുത്തു. ഈ 3 ലിങ്കിൽ ആദ്യത്തെ ലിങ്ക് എന്ന് പറയുന്നത് October 7 ക്രോസ് ബോർഡർ ഫയറിംഗ്, ഹമാസിന്റെ ക്രോസ് ബോർഡർ ഫയറിംഗിൽ മരിച്ച എന്താണ് റിപ്പോർട്ടർ. രണ്ടാമത്തേത് October 7 ഈ ടെററിസ്റ്റ് ആക്രമണം നടന്നപ്പോൾ മരിച്ച ഒരു റിപ്പോർട്ടർ. പിന്നെ UK എന്നുള്ള ഒരു ആളുടെ ഒരു സംഭവം, അതിൽ ഭൂരിഭാഗവും ഇസ്രായേൽ ഫയർ ചെയ്ത് കൊന്ന റിപ്പോർട്ടേഴ്സ് ആണ്. ഈ 3 ലിങ്ക് ഇട്ടിട്ടാണ് ഇപ്പോൾ ഇയാൾ പറഞ്ഞത്, ഇപ്പോൾ ഞാൻ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാളുടെ ക്ലെയിം ഹമാസ് തല്ലിക്കൊന്ന റിപ്പോർട്ടർ എന്നായിരുന്നു. ഇപ്പൊ അത് പൊക്കി കഴിഞ്ഞ ശേഷം അയാൾ തളർത്താൻ വേണ്ടി കൊണ്ടുവന്ന ലിങ്ക് ഇങ്ങനത്തെ ലിങ്കാണ് അയാൾ കൊണ്ടുവന്നിട്ടേക്കുന്നത്. സംശയമുള്ളവർക്ക് ഈ സ്പ്രെഡ്ഷീറ്റിൽ പോയി നോക്കാം. 49-ാമത്തെ ഞാൻ ഇപ്പോൾ ഇവിടെ ഷെയർ ചെയ്യാം. ആ ലിങ്ക് ഞാൻ ഇവിടെ ഇങ്ങനെയാണ് ഇവരുടെ ഫാക്ട് ബേസ്ഡ് പൊളിറ്റിക്സ് എന്താണെന്ന് എല്ലാവരും അറിയണമല്ലോ. കഴിഞ്ഞിട്ടില്ല. അഭിലാഷ് ഫാക്ടുകൾ നിരത്തി സംസാരിച്ച ആ ഡിബേറ്റിൽ ഈ നോൺസെൻസ് വാദി പറഞ്ഞ കാര്യങ്ങൾ, അതിൻ്റെ റെഫറൻസ് എന്നും പറഞ്ഞ് ഇവർ പുറത്തുവിട്ട ഈ എക്സൽ ഷീറ്റ്, അത് നമ്മൾ വേണമെന്നും പറഞ്ഞിരുന്നാൽ ഇതിലെ നുണകൾ ഇനിയും ഒരുപാടുണ്ട്. ഇത് ഫാക്ട് ചെക്ക് ചെയ്യാൻ ഇരുന്ന ആളുകൾ അവരുടെ പേഴ്സണൽ ടൈമും മറ്റു കാര്യങ്ങളെല്ലാം ഒഴിവാക്കി ഇരുന്നത് കൊണ്ട് മാത്രം കണ്ടുപിടിച്ച കുറച്ച് നുണകളാണ് ഇത്. ഇത്രയും സമയം മനുഷ്യർക്കുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആശയം പറഞ്ഞൂടെ, അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചൂടെ? കള്ളങ്ങൾ പറഞ്ഞ് സംവാദം വഴിതെറ്റിക്കുന്ന ആൾക്കാരാണ് ഇവർ. സത്യം ചെരുപ്പിട്ട് വരുമ്പോഴേക്കും കള്ളം ലോകം ചുറ്റി വന്നിട്ടുണ്ടാകുമെന്ന്. എന്നാൽ ഇവരുടെ കാര്യത്തിൽ സത്യം സോക്സ് ഇട്ട് വരുമ്പോഴേക്കും കള്ളം ലോകം ചുറ്റുകയും പുതിയ കുറച്ച് നുണകൾ വരുന്ന വഴിക്ക് പ്രസവിച്ചിടുകയും ചെയ്യും. ഈ പുറപ്പെട്ട നുണയുമായിട്ട് ബന്ധമില്ലാത്ത ഈ നുണകൾ അടുത്ത ചുറ്റല് അപ്പോഴേക്കും ആരംഭിക്കുകയും ചെയ്യും. ഇനി ടോമി പറഞ്ഞ ബാക്കി കള്ളങ്ങൾ കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് റിഡക്റ്റയുടെ യൂട്യൂബ് ചാനൽ ചെന്നാൽ അവർ ഫാക്ട് ചെക്ക് ചെയ്ത ഒരു വീഡിയോ അവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടാൽ മതി.